ഡേവിഡ് അവളുടെ കൈ പിടിച്ചത്. എന്താ എന്ന വണ്ണം അവൾ തിരിഞ്ഞു നോക്കി. എടാ, താൻ മാത്രമല്ല, ഞാനും പേടിച്ചിട്ടുണ്ട്. എന്നൊന്ന് ആശ്വസിപ്പിക്കേ, അവൻ കുസൃതി ചിരിയോടെ അവളോട് പറഞ്ഞു. അവൻ്റെ മുഖം കണ്ടവൾക്ക് ചിരി വന്നു കേട്ടോ. അവൾ കാറിലേക്ക് വീണ്ടും കയറി. എന്നിട്ട് ഡേവിഡിൻ്റെ കവിളിൽ ഒരു കുഞ്ഞു മുത്തം നൽകി. അവനെ നോക്കി ചിരിച്ചു. ഇപ്പോൾ അവൾക്ക് ഒരു മടിയുമില്ല കേട്ടോ. തൻ്റെ പ്രണയത്തെ സ്നേഹിക്കാൻ, അറിയാൻ അവളുടെ ഉള്ളിലും തൻ്റെ ആണെന്ന ചിന്ത ഉടലെടുത്ത് കഴിഞ്ഞിരുന്നു. അപ്പോൾ സാർ, ഇനി ഞാൻ പോകാമല്ലോ അല്ലേ? അവൾ ഡേവിഡിനോട് ചോദിച്ചു. ഡേവിഡ് ഒന്ന് കണ്ണടച്ചു കേട്ടോ. ശരിയെന്ന വണ്ണം അവൾ ഡോറ് തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അവളുടെ മനസ്സിൽ അപകടത്തിൻ്റെ പേടി മാറിയിട്ടുണ്ടായിരുന്നില്ല. കുറച്ചു നേരം കൂടി തൻ്റെ ഒപ്പം ഇരിക്കാൻ സാറോട് പറയണമെന്നുണ്ടായിരുന്നു. എന്നാൽ ഡേവിഡിന് തിരക്കുണ്ടെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതുകൊണ്ട് ഡേവിഡ് സാറിനെ ഒരുപാട് ബുദ്ധിമുട്ടിക്കണ്ട എന്നവൾ വിചാരിച്ചു. ഡേവിഡ് കാർ എടുത്തുകൊണ്ട് പോയി. അവൾക്കുള്ളിൽ ചെറിയൊരു നിരാശ തോന്നിയിട്ടോ. അവൾ വിഷമത്തോടെ വീടിൻ്റെ ഉള്ളിലേക്ക് കയറി. രാത്രിയിൽ അമ്മച്ചിയും അനുവും പോയതിൻ്റെ വിഷമത്തിലും വൈകിട്ട് നടന്നതെല്ലാം ഓർത്ത് അവൾ കഴിക്കാതെ കിടന്നു. അവൾക്ക് എന്തോ കഴിക്കാൻ തോന്നിയില്ല. മനസ്സ് മുഴുവൻ ഒരു അസ്വസ്ഥമാവുന്ന പോലെ. അമ്മച്ചിയെ വിളിച്ച് കുറച്ചേരം സംസാരിച്ചപ്പോഴാണ് അവൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം കിട്ടിയത്. എന്നാലും ഉറക്കം വരാതെ തിരിഞ്ഞും മറിഞ്ഞും അവൾ കിടക്കുകയായിരുന്നു. അവൾക്ക് ശരിക്കും താൻ ഒറ്റപ്പെട്ട പോലെ തോന്നി. അപ്പോൾ തനിക്ക് ആരുമില്ലാത്ത പോലെ. ഇത്ര ദിവസം അമ്മച്ചി മനു ഉള്ളപ്പോൾ വീടാകെ ബഹളമായിരുന്നു. ഇപ്പോൾ താൻ വീണ്ടും തനിച്ചായി. അങ്ങനെയുള്ള ചിന്തകളൊക്കെ അവളുടെ മനസ്സിലേക്ക് കയറി വന്നു. അപ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്തത്. കൈ എത്തിച്ച് അവൾ ടേബിളിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കി. ഡേവിഡ് ആയിരുന്നു അത്. ഡേവിഡാണ് വിളിച്ചതെന്നറിഞ്ഞപ്പോൾ അവളുടെ ചുണ്ടിൽ ഒരു മനോഹരമായൊരു കുഞ്ഞു പുഞ്ചിരി വിടർന്നു കേട്ടോ. അവൾ വേഗം ഫോൺ എടുത്തു. ഹലോ, ഉറങ്ങിയാടോ താൻ? ഇല്ല സാർ. കഴിച്ചോ? സത്യം പറ, താൻ കഴിച്ചോ? ഇല്ല. എന്തേ? ഒന്നുമില്ല സാർ, വിശപ്പ് തോന്നിയില്ല, അതുകൊണ്ടാ. അല്ല, സാറ് കഴിച്ചോ? ആ. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉമ്മറത്തെ ഏതോ ബൈക്കിൻ്റെ ശബ്ദം ആവണി കേട്ടത്. അവളുടെ മനസ്സിൽ എന്തോ ഒരു പേടി വന്നു പെട്ടെന്ന്. സാർ? എന്താടോ? സാർ, അത് ഇവിടെ ആരോ വന്നതുപോലെ. ആര് വരാൻ? തനിക്ക് തോന്നിയതാവും. അല്ല, ഒറ്റയ്ക്ക് അവിടെ നിൽക്കാൻ തനിക്ക് പേടിയുണ്ടോ? ഡേവിഡ് ചോദിച്ചു. ആദ്യമായിട്ടൊന്നുമല്ലല്ലോ സാർ ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നേ. ഉള്ളിലെ പേടി പുറത്ത് കാണിക്കാതെ ആവണി ഡേവിഡിനോട് പറഞ്ഞു. തനിക്ക് ആ റോസി അമ്മയോട് രാത്രി തൻ്റെ ഒപ്പം കൂട്ടിന് വരാൻ പറഞ്ഞൂടെ? അത് ഞാൻ ഇങ്ങോട്ട് മാറിയതിന് ശേഷം റോസിയമ്മ ഇങ്ങോട്ട് വന്ന് താമസിക്കാമെന്ന് പറഞ്ഞതാ. പിന്നെ ഞാൻ വേണ്ടെന്ന് പറഞ്ഞു. രാത്രി അവിടെ കുട്ടികൾക്ക് വല്ല ആവശ്യം വന്നാലോ? ഇപ്പം അധികം സ്റ്റാഫുകളൊന്നും ഇല്ലാത്ത സ്ഥിതിയാണ്. വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട എന്ന് വിചാരിച്ചു. പെട്ടെന്നാണ് ആവണിയുടെ മുന്നിലെ വാതിൽ ആരോ തട്ടുന്ന പോലെ അവൾക്ക് തോന്നിയത്. സാർ, ഇവിടെ ആരോ ഉണ്ട്, അവൾ ഭയത്തോടെ ഡേവിഡിനോട് പറഞ്ഞു. എന്താടോ? സാർ, അത് വാതിൽ ആരോ തട്ടുന്ന പോലെയൊക്കെ തോന്നുക. അത് വല്ല പൂച്ചയാവുണ്ടോ? അല്ല സാർ. എന്നാ താൻ പോയി ഒന്ന് നോക്ക്. ഇല്ല, ഞാൻ പോയി നോക്കൂല. അയ്യോ, എൻ്റെ തുമ്പിപ്പെണ്ണിന് എന്താ പേടിയാണോ? സാർ, പേടിക്കണ്ടടോ, വാതിൽ വന്ന് തുറക്ക്, ഇത് ഞാനാണ്. എന്തേ? എൻ്റെ പെണ്ണെ, ഈ വാതിൽ വന്നൊന്ന് തുറക്കാനേ ഞാനാണ് വന്നിരിക്കുന്നതെന്ന് ഡേവിഡ് ചിരിയോടെ അവളോട് പറഞ്ഞു. സാറോ? ഓ അതെ, സാറ് തന്നെ. നീ ഒന്ന് തുറക്ക്. ഇല്ല, ഞാൻ തുറക്കൂല. എൻ്റെ തുമ്പിപ്പെണ്ണേ, ഞാനല്ലേ വന്നിരിക്കുന്നേ, ഒന്ന് വാതിൽ തുറക്ക് എന്ന് പറഞ്ഞ് ഡേവിഡ് ഫോൺ വെച്ചു. ആവണി ഒരു നിമിഷം ഒന്ന് ആലോചിച്ചു. പിന്നീട് വാതിൽ തുറക്കാനായി പോയി. വാതിൽ തുറന്നതും അവളുടെ മുന്നിൽ ഒരു കള്ള ചിരിച്ചിരിച്ച് നിൽക്കുമായിരുന്നു ഡേവിഡ്. സത്യത്തിൽ ഡേവിഡിനെ അപ്പു കണ്ടപ്പോൾ അവൾക്ക് ഒരുപാട് സന്തോഷമായി. ഓടിച്ചെന്നൊന്ന് കെട്ടിപ്പിടിക്കാനൊക്കെ തോന്നി. പക്ഷെ അവൾ അങ്ങനെയൊന്നും ചെയ്തില്ല കേട്ടോ. സാർ, സാർ എന്താ ഈ രാത്രി? അവൾ ചോദിച്ചു.
എനിക്കെൻ്റെ തുമ്പിപ്പെണ്ണിനെ കാണാനൊരു ആഗ്രഹം. അപ്പോൾ ഒന്നും നോക്കില്ല, നേരെ ഇങ്ങോട്ട് വന്നു. സാർ, അത് ഞാൻ നിന്നോടെ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയണം വിചാരിച്ചിരിക്കുമായിരുന്നു, ഡേവിഡ് അവളോട് പറഞ്ഞു. എന്താ സാർ? ഇത് തന്നെ. ഓഫീസിൽ വെച്ച് നീ എന്നെ സാറെന്നൊക്കെ വിളിച്ചോ? അതും എല്ലാവരും ഉള്ളപ്പോൾ മാത്രം. നമ്മൾ മാത്രം ഉള്ള സമയങ്ങളെ നീ എന്നെ ഇങ്ങനെയൊന്നും വിളിക്കണ്ട കേട്ടോ. എനിക്ക് ഒരു ഡിസ്റ്റൻസ് ഫീൽ ചെയ്യാന്നേ. അത് കേൾക്കുമ്പോഴേ ദേഷ്യം വരിക, ഡേവിഡ് ആവണിയോട് പറഞ്ഞു. അല്ല, പിന്നെ ഞാനെന്താ വിളിക്കുക? അവൾ സംശയത്തോടെ ഡേവിഡിനോട് ചോദിച്ചു. അല്ല, നിന്റെ അമ്മച്ചിയില്ലേ, അവരുടെ കെട്ടിയോനെ എന്താ വിളിക്കുക? അത് ഇച്ചായാന്ന്. അതെ, ഇച്ചായാന്ന്. അത് തന്നെ എൻ്റെ പെണ്ണും ഇനി അങ്ങനെ തന്നെ വിളിച്ചാൽ മതി എന്നെ. ഇതെന്നൊന്നും പറയാൻ നിൽക്കണ്ട. വിളിക്കോ? ഒന്ന് വിളിക്കടി. അവൾ ഇല്ല എന്ന രീതിയിൽ തലയാട്ടി. പ്ലീസ് ഡാ, ഒന്ന് വിളിക്കി. ഡേവിഡ് അങ്ങനെ കെഞ്ചി പറഞ്ഞതും ആവണി പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. ഇച്ചായ. അവൾ വിളിക്കുന്നത് കേട്ടിട്ട് ഡേവിഡിന് വല്ലാത്ത സന്തോഷം തോന്നിട്ടോ. അവൻ അവളുടെ മുഖത്തേക്ക് തന്നെ കുറച്ചു നേരം നോക്കിക്കൊണ്ട് നിന്നു. എന്നിട്ട് കൈവലിച്ച് അവൻ്റെ നെഞ്ചോട് ചേർത്തു. എന്നിട്ട് അവൻ്റെ 2 കൈ കൊണ്ടും അവളെ വാരി പുണർന്നു. എടി പെണ്ണെ, ഒന്നും കൂടി വിളിച്ചേ. ഡേവിഡ് അത് പറഞ്ഞതും അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം അമർത്തിക്കൊണ്ട് ഒന്നും കൂടി വിളിച്ചു. ഇച്ചായ. ആ വിളിയിൽ അവൻ അലിഞ്ഞു പോയി എന്ന് തന്നെ പറയാം. കുറച്ചു നേരം അങ്ങനെ തന്നെ നിന്നു രണ്ടാളും. എൻ്റെ കൊച്ചേ, ഈ വിളി കേൾക്കാൻ നിൻ്റെ ഈ ഇച്ചായനെ എത്ര ദിവസം കാത്തിരിക്കാന്നറിയോ നിനക്ക്? നീ പോയ ഒരു ഷോൾ എടുത്തിട്ട് വായോ. നെഞ്ചിൽ നിന്ന് അവളെ മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു. എന്തിനാ? അവൾ സംശയത്തോടെ ഡേവിഡിനോട് ചോദിച്ചു. അതൊക്കെ ഉണ്ട്, നീ പോയി ഒരു ഷോൾ എടുത്തിട്ട് വാടി. ഡേവിഡ് വീണ്ടും അങ്ങനെ പറഞ്ഞതും അവൾ ഉള്ളിലേക്ക് കയറി. എന്നിട്ട് ഒരു ഷോൾ എടുത്തിട്ട് വന്നു. ഇനി എൻ്റെ തുമ്പിപ്പെണ്ണ് ഈ ഡോർ ഒന്ന് ലോക്ക് ചെയ്തേ. അല്ല, നമ്മളെങ്ങോട്ടാ? അതൊക്കെ ഉണ്ട്, നീ വാ എന്ന് പറഞ്ഞ് ബൈക്കിൻ്റെ അടുത്തേക്ക് നടന്നു ഡേവിഡ്. ആവണി ഡോറടച്ച് അവൻ്റെ അടുത്തേക്ക് ചെന്നു. വായോ, വന്ന് കയറ്, നമുക്ക് ഒരു നൈറ്റ് ഡ്രൈവ് പോവാം. ആവണി അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ച് തലയാട്ടിയ ശേഷം അവനെ ചേർന്നിരുന്നു ബൈക്കിൽ. തണുപ്പടിക്കൂടാ, അതാ ഷോൾ എടുക്കാൻ പറഞ്ഞത്, ഡേവിഡ് പറഞ്ഞു. അവളൊന്ന് മൂളിക്കൊണ്ട് അവനോട് ചേർന്നിരുന്നു. ഡേവിഡ് ആവണിയെ നോക്കി. എന്നിട്ട് ഒരു ചിരിയോടെ ബുള്ളറ്റ് മുന്നോട്ടെടുത്തു. രാത്രിയുടെ നിശബ്ദതയിലും മനോഹാരിതയിലും ചുറ്റും നിറഞ്ഞു നിൽക്കുന്ന മഞ്ഞിൻ്റെ ഇടയിലൂടെ ബുള്ളറ്റ് കൊണ്ടുപോയി. മുന്നോട്ട് പോകുന്തോറും തണുപ്പിൻ്റെ കാഠിന്യം കൂടി വന്നു. ആവണി അവൻ്റെ വയറിലൂടെ ഇറുക്കി ചുറ്റിപ്പിടിച്ച് അവനിലേക്ക് ഒന്നും കൂടി ചേർന്നിരുന്നു. എന്നിട്ട് തോളിലേക്ക് തല ചായ്ച്ചു. ബാക്കിയെന്ത് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം കേട്ടോ. ലെങ്ത് കൂട്ടാ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്ക് പറ്റിയില്ല ഗായ്സ്. പിന്നെ കുറച്ച് സമയം വൈകി. ഈ ഒരാഴ്ച ഒന്ന് ക്ഷമിക്കുക. അടുത്ത ആഴ്ച മുതൽ ഞാൻ എന്തായാലും ഒരു 15 മിനിറ്റിൽ കൂടുതലായിട്ട് ഇട്ടിരിക്കും കേട്ടോ വീഡിയോസ്. ഓക്കെ ഗായ്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്.